ചെമ്പനീർ പൂ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയിലിൽ കിടക്കുന്ന രവീന്ദ്രന് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് സച്ചി വേഗം തന്നെ സ്റ്റേഷനിലേക്ക് എത്തുവാണ്. അങ്ങനെ അച്ഛന് സച്ചി തന്നെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുവാണ് കേട്ടോ. പിന്നീട് ആവശ്യത്തിന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം ഈ കാഴ്ചയൊക്കെ കണ്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് ചന്ദ്രമതി. അന്നേരം ശ്രുതിയും കൂടി ചന്ദ്രമതിയോട് വീട്ടിലേക്ക് പോകാൻ പറയുക. അച്ഛനെയും കുട്ടി ഞങ്ങൾ ഉടനെ തന്നെ എത്താം, അമ്മ അതുവരെ ഇവിടെ സ്റ്റേഷനിൽ നിന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അന്നേരം ചന്ദ്ര പറയുക, വേണ്ട, അദ്ദേഹം ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോയി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നോടൊരു വാക്കുപോലും പറയാതെ പുറത്തു പോലും പോകാത്ത മനുഷ്യനാ ഈ കിടക്കുന്നത്. എൻ്റെ ചങ്ക് പൊട്ടിപ്പോകുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ ഭയങ്കര കരച്ചിലാണ്. പിന്നീട് കാണിക്കുന്നത് ഫോൺ ഓണാക്കുന്ന ശ്രീകാന്തിനെയാണ്. ഈ സമയം രേവതിയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ശ്രീകാന്ത് രേവതിയുടെ കോള് കാണുമ്പോൾ അറ്റൻഡ് ചെയ്യുവാണ്. അങ്ങനെ രേവതി നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകാന്തിനോട് പറയണേ. ശ്രീകാന്തെ, നീ ഇതെവിടെയാ? എന്ത് പണിയാണ് നീ കാണിച്ചത്? ഇവിടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണ്. വർഷയെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് വർഷയുടെ അച്ഛനും അമ്മയും കൂടി നമ്മുടെ അച്ഛനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ ലോക്കപ്പിനുള്ളിൽ കിടക്കുക അച്ഛൻ. അത് കേട്ടിട്ട് ശ്രീകാന്ത് അങ്ങ് ഞെട്ടിപ്പോകുക. ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത്? അച്ഛൻ, അതെ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം. വർഷയും കുട്ടി നീ വന്നാൽ മാത്രമേ അച്ഛന് പുറത്തിറക്കാൻ പറ്റുള്ളൂ. നീ വരില്ലേ ശ്രീകാന്തെ? വർഷയും കുട്ടി നീ വരില്ലേ? നീ എന്തോന്നും പറയാത്തത്? നീ വരില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ വരുത്തണമെന്ന് എനിക്കറിയാം. ഞാൻ മരിച്ചാൽ എൻ്റെ ശവം കാണാൻ നിങ്ങൾ വരുമല്ലോ. ഏട്ടത്തി ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഉറപ്പായിട്ടും വരാം. വർഷയും കുട്ടി ഞാൻ ഉടനെ തന്നെ എത്താം ഏട്ടത്തി. അങ്ങനെ പറയുവാണ്ടോ ശ്രീകാന്ത്. പിന്നീട് ശ്രീകാന്ത് വേഗം തന്നെ ഈ വിവരം വർഷ അറിയിക്കുകയാണ്. വർഷയോട് പറയണേ, വർഷ, എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണ്. നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുക. നമുക്ക് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തണം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ പറ്റൂ. അന്നേരം വർഷ പറയുക, നമ്മളിപ്പോൾ പോയാൽ ആകെ പ്രശ്നമാവില്ലേ? പോയില്ലെങ്കിലാ അതിലും വലിയ പ്രശ്നമാകാൻ പോകുന്നത്. നീ വേഗം വന്നേ. അങ്ങനെ പറഞ്ഞ വർഷയും കുട്ടി ശ്രീകാന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം അച്ഛനെ കാണാൻ അകത്തേക്ക് വരുന്ന രേവതിയെ ചന്ദ്രൻ ശ്രുതിയൊക്കെ കൂടി ആട്ടിപ്പായിക്കുവാണ്. ഈ സമയം സച്ചി ഇത് കണ്ട് രേവതിയോട് പൊട്ടിത്തെറിക്കണേ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? എൻ്റെ കൺമുമ്പിൽ നിന്ന് പോ. നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ട എൻ്റെ കൺട്രോൾ പോവും. ഈ സമയം അവിടുത്തെ എസ്ഐ സച്ചിയോട് പറയണേ, അതെ, നിൻ്റെ ഭാര്യയുടെ പ്രശ്നങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചല്ല തീർക്കേണ്ടത്. അതൊക്കെ നിങ്ങളുടെ വീട്ടിലായാൽ മതി. ഈ സമയം രേവതി ആ സാറിനോട് പറയണേ, സാർ, ശ്രീകാന്തും വർഷയും ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അവരെന്നെ വിളിച്ചിരുന്നു. അവരിങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അച്ഛനൊന്ന് ഇനിയെങ്കിലും വിട്ടയച്ചുകൂടെ സാർ? നീ എന്താ പറഞ്ഞത്? അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? വരട്ടെ. ഈ ഒരു സമയത്ത് തന്നെ ശ്രീകാന്ത് വർഷേനെയും കൂട്ടി അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ കാണുന്നതും സച്ചിയുടെ കൺട്രോൾ മുഴുവൻ പോകുവാണ്. എടാ നശിച്ചവനെ, നീ കാരണം എൻ്റെ അച്ഛൻ കിടക്കുന്ന കണ്ടില്ലേടാ എന്നും പറഞ്ഞ് ശ്രീകാന്തിനെ നല്ലപോലെ തല്ലുവാണ് കേട്ടോ. ഈ സമയം വർഷ സച്ചിയെ തടയുന്നൊക്കെയുണ്ട്. ഇതേ സമയം വർഷയുടെ അച്ഛനും അമ്മയും അവിടെ സ്റ്റേഷനിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വർഷയെ കാണുന്നതും വർഷയെ തലങ്ങും വിലങ്ങും വിട്ട് തല്ലുവാ. ഡി, കുടുംബത്തിന് നാണം കെടുത്താനായിട്ടുണ്ടാവളെ, നീ എങ്ങോട്ടടി പോയത്? നിന്നെയും തട്ടിക്കൊണ്ടുപോയതല്ലേ, എല്ലാം ഞങ്ങൾക്കറിയാം. സാറേ, ഇവനാണ് പ്രധാന പ്രതി, ഇവനെയും പിടിച്ച് ലോക്കപ്പിലിട്ട് സാർ. ഈ സമയം വർഷ എസ് ഐയോട് പറയണേ, സാർ, എന്നെ ആരും ബലം പ്രയോഗിച്ച് കല്യാണം കഴിച്ചതും തട്ടിക്കൊണ്ടു പോയതൊന്നുമല്ല. ഞാൻ എൻ്റെ പൂർണ്ണ ഇഷ്ടത്തോടെയാണ് ശ്രീകാന്തിനൊപ്പം പോയത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അമ്പലത്തിൽ വെച്ച് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ശ്രീകാന്ത് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയതും. എൻ്റെ അച്ഛനും അമ്മയും കള്ളക്കേസാണ് തന്നിരിക്കുന്നത്. ഇവർക്കിതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കൂടെ പോകില്ല, ശ്രീകാന്തിൻ്റെ കൂടെ പോകൂ. ഇത് കണ്ടില്ലേ, ഇതെൻ്റെ കഴുത്തിൽ ശ്രീകാന്ത് കെട്ടിയ താലിയാണ്. ഞാൻ അവൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ആരും ഞങ്ങളെ പിരിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ വർഷ നേരെ ശ്രീകാന്തിൻ്റെ കൈ കയറി മുറുകെ പിടിക്കുവാണ്. ഈ സമയം പോലീസ് പറയണേ, മധുസൂന, നിങ്ങളുടെ മോള് തന്നെ കാര്യങ്ങൾ വന്ന് പറഞ്ഞ കാരണം ഇനി ഈ കേസ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇയാളെ ഞങ്ങൾ പുറത്തു വിടുകയാണ്. നിങ്ങളുടെ മോള് തന്നെ പറഞ്ഞു കഴിഞ്ഞു അവൾക്ക് ആ പയ്യന് ഇഷ്ടമാണെന്ന്. പിന്നെ ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അവർ പ്രായപൂർത്തിയായവരാ. അവരെ അവരുടെ പാടിന് വിടുന്നതാണ് നിങ്ങൾക്കും നല്ലത്. ഈ സമയം അവർ വർഷയും ശ്രീകാന്തിനെ ഓരോന്ന് പറഞ്ഞ് ശപിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. മാത്രമല്ല രവീന്ദ്രനെ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ലോക്കപ്പിൽ നിന്നൊക്കെ പുറത്തിറക്കുക. അങ്ങനെ അച്ഛനെ കാണുന്നതും സച്ചി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. ചന്ദ്രയും ഓടി വരുവാണ് കേട്ടോ. ഈ സമയം ശ്രീകാന്ത് അരികിലേക്ക് വരുമ്പോൾ സച്ചി തടയണേ, എങ്ങോട്ടാടാ? നീ കാരണോ എൻ്റെ അച്ഛൻ ഇത്ര നേരം പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നത്. നിന്നെ ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഓടാ, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ. പിന്നീട് രവീന്ദ്രനെ സച്ചി കാറിലേക്ക് കയറ്റുവാണ്. പിന്നാലെ ചന്ദ്രയും ശ്രുതിയൊക്കെ കയറാൻ തുടങ്ങുമ്പോൾ രേവതിയും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അന്നേരം സച്ചി പറയണേ, എങ്ങോട്ടാ? നീ വരണ്ട. അവനോട് പറഞ്ഞത് നീയും കേട്ടതല്ലേ. നിൻ്റെ സ്ഥാനവും ഇനി ആ വീടിൻ്റെ പടിക്ക് പുറത്ത് തന്നെയാണ്. നിനക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല. അങ്ങനെ പറഞ്ഞ് സച്ചി അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകുവാണ്. ഈ സമയം രേവതിയാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ.
അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്